ഇയാളെ മനസ്സിലായില്ലേ? നമ്മളെ ബി ജെ പിയിലേക്ക് ഇപ്പം ഏറ്റവും അവസാനം പോയ വ്യക്തി ലീഡർ കരുണാകരൻ്റെ മകൾ. പുള്ളിക്കാരി ഇനിയിപ്പം ബി ജെ പിക്കും വേണ്ട, തൃശ്ശൂരിലുള്ള സുരേഷ് ഗോപിക്കും വേണ്ട. വല്ലാത്തൊരവസ്ഥയായി പോയല്ലേ. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ആളുകളുടെ തെറിവുകളടക്കം കേട്ടിട്ട് ബി ജെ പി പോയിട്ട് ബി ജെ പിയിലുള്ള ആളുകൾക്കും വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ. സുരേഷ് ഗോപി പറഞ്ഞ് എൻ്റെ പ്രചരണത്തിന് ഇവിടെ പത്മജാൻ്റെ ആവശ്യമൊന്നുമില്ല. കേരള ബി ജെ പി ഘടകവും പറഞ്ഞ് പത്മജാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പത്മജാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപി കൂടുതൽ വോട്ട് കുറയാനുള്ള സാധ്യതയേ ഉള്ളൂ. അതുകൊണ്ട് പത്മജാൻ ഇങ്ങോട്ടേക്ക് ആവശ്യമില്ല. എന്ത് ചെയ്യാനാടേ? വല്ലാതെ കഷ്ടപ്പെട്ടിട്ട് ആളുകളെ തെറിയൊക്കെ കേട്ടിട്ട് ബി ജെ പിയിലേക്ക് പോയിട്ട് ഇപ്പം ബി ജെ പിക്കാർക്കും വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തോ ചെയ്യും? ഇനിയിപ്പോൾ കേരളം വിട്ടിട്ട് പുറത്തു പോകേണ്ടി വരുമോയെന്നാണ് പത്മജ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവുക. കേരളത്തിലുള്ള ആളുകൾക്ക് എന്തായാലും വേണ്ടാണ്ടായി. ഇനിയിപ്പോൾ അവരെ നാട്ടുകാരും ഈ ബി ജെ പിയിലേക്ക് ഇങ്ങനെ കൂറുമാറിയതുകൊണ്ട് കരുണാകരന് ഇഷ്ടമുള്ള ആളുകളും കോൺഗ്രസിന് ഇഷ്ടമുള്ള ആളുകളും നല്ല രീതിയിൽ ഒരു വിധത്തിലും അടുപ്പിക്കുകയില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ ഇത്. പിന്നെ ഇന്നലെ വാർത്തയിൽ കണ്ട് ഒരു കാറിൽ കയറാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ഒരു 22 ലക്ഷം റുപ്യ കൊടുത്തിന്. ഇത്രയും ബുദ്ധിശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാറിൽ കയറാൻ വേണ്ടിയിട്ട് 22 ലക്ഷം റുപ്യ ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ നിലവാരം നമുക്ക് ചിന്തിച്ചു നോക്കാനുള്ളൂ. ഇത്രയും നിലവാരം കുറഞ്ഞ ആളുകളൊക്കെ നമ്മളെ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അത്ഭുതമാണ്. പ്രിയങ്ക ഗാന്ധി വന്ന കാറിൽ ഒന്നിച്ചിട്ട് കയറാൻ വേണ്ടിയിട്ട് 22 ലക്ഷം റുപ്യ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 22 ലക്ഷം റുപ്യ കിട്ടിയാൽ ആ പോസ്റ്റ് നല്ല പോസ്റ്റ് കേട്ടാ. എത്ര ആളുകളെടുക്കുന്ന ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് പൈസ വാങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ വാങ്ങുന്നവനേക്കാൾ ബുദ്ധിശൂന്യമായിട്ടുള്ള ആളുകളാണ് കൊടുക്കുന്ന ആളുകളെന്ന് ഞാൻ പറയുള്ളൂ. ഒരു കാറിൽ കയറാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചിലവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറൊരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്കും പേടിയാണെന്നുണ്ടാവും. സുരേഷ് ഗോപിൻ്റെ കൂടെ കാറിലെല്ലാം പോയിട്ട് ഇനിയിപ്പം കുറേ നാൾ കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി കാറിൽ കയറാൻ വേണ്ടിയിട്ട് ഇത്രയും പൈസ കൊടുത്തിന് എന്നിട്ടും എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി വിട്ടുപോകില്ലേ? അതുകൊണ്ട് സുരേഷ് ഗോപിക്കും പേടിയാണെന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക ഇങ്ങോട്ടേക്ക് ഈ ഏരിയയിലേക്ക് വരണ്ടെന്ന്. എന്തായാലും സംഗതികളെല്ലാം അടിപൊളിയാക്കുന്നുണ്ട്.